ഹലോ ഫ്രണ്ട്സ്, താങ്കൾ യു എയിലെ ലൈസൻസ് ഹോൾഡറാണോ? അല്ലെങ്കിൽ താങ്കൾ യു എയിലെ ഏതെങ്കിലും കമ്പനിയിലെ മാനേജറാണോ? ലീഗൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യുന്ന വ്യക്തിയാണോ? ഒന്നുമല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന വ്യക്തിയാണോ? എങ്കിൽ താങ്കൾ എക്കണോമിക് സബ്സ്റ്റൻസ് റെഗുലേഷൻസിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവും, അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ ചെയ്തിട്ടുമുണ്ടാവും എന്ന് കരുതുന്നു. കാരണം ജൂൺ 30 മുൻപ് താങ്കൾ എക്കണോമിക് സബ്സ്റ്റൻസ് റെഗുലേഷൻസിൽ പറഞ്ഞ നോട്ടിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ 10,000 മുതൽ 50,000 ദിർഹംസ് വരെ പിഴ ചുമത്തപ്പെടാവുന്ന കാര്യം താങ്കൾക്കറിയാമല്ലോ. ഈ ഭീമമായ ഫൈൻ എങ്ങനെ ഒഴിവാക്കാം എന്നറിയണമെന്നുണ്ടെങ്കിൽ, എക്കണോമിക് സബ്സ്റ്റൻസ് റെഗുലേഷൻസ് ലളിതമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കീപ് വാച്ചിങ്. എക്കണോമിക് സബ്സ്റ്റൻസ് റെഗുലേഷൻ നിലവിൽ വന്നത് 2019-ലാണ്. അപ്പോൾ ജൂൺ 30 മുൻപ് നോട്ടിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് ഫിനാൻഷ്യൽ ഇയർ 2019 സംബന്ധിച്ചാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എക്കണോമിക് സബ്സ്റ്റൻസ് റെഗുലേഷൻസിലൂടെ UAE ഗവൺമെന്റ് എന്താണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഇൻകം ടാക്സ് നിലവിലുള്ള രാജ്യങ്ങളിൽ നിന്നും അവിടെയുള്ള കമ്പനികൾ അവരുടെ ഇൻകം ടാക്സ് വെട്ടിച്ചുരുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി അവരുടെ റവന്യൂ ഇൻകം ടാക്സ് നിലവിലില്ലാത്ത രാജ്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ആ രാജ്യങ്ങളിൽ അവർ നൽകേണ്ട ഇൻകം ടാക്സ് വെട്ടിച്ചുരുക്കുകയും ചെയ്യുന്ന പ്രവണതയെ ഇല്ലാതാക്കുക എന്നതാണ് എക്കണോമിക് സബ്സ്റ്റൻസ് റെഗുലേഷൻസിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ ഞാനിത് വ്യക്തമാക്കാം. ജർമ്മനിയിലുള്ള ഒരു കമ്പനി അവരുടെ ഒരു പ്രൊഡക്റ്റ് അവരുടെ കോസ്റ്റ് $50 ആണെങ്കിൽ അവർ അത് UK യിലുള്ള ഒരു കമ്പനിക്ക് $100 വിൽക്കുമ്പോൾ ജർമ്മനിയിലെ ലാഭം $50 ആണ്. അവർ ഇൻകം ടാക്സ് അടക്കേണ്ടത് $50. ഇനി ഇതേ കമ്പനി തന്നെ അവരുടെ തന്നെ ഒരു കമ്പനി UAE യിൽ ഫോം ചെയ്ത് UAE യിലേക്ക് ഈ പ്രൊഡക്റ്റ് $100 പകരം $60 വിൽക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ജർമ്മനിയിലെ ലാഭം വെറും $10 ചുരുങ്ങുകയും പിന്നീട് UAE യിലെ ഈ കമ്പനി ഇതേ പ്രൊഡക്റ്റ് UK കമ്പനിക്ക് $100 വിൽക്കുമ്പോൾ UAE കമ്പനിയിലെ ലാഭം $40 വരികയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കൂ, നേരത്തെ $50 ഇൻകം ടാക്സ് അടച്ചിരുന്ന ജർമ്മൻ കമ്പനി ഇപ്പോൾ വെറും $10 ഇൻകം ടാക്സ് അടക്കുകയും $40 ലാഭം കിട്ടിയ UAE കമ്പനി 0 ഇൻകം ടാക്സ് അടക്കുന്നത്. കാരണം UAE യിൽ എന്തില്ല, ടാക്സ് ഇല്ല. ഇങ്ങനെയാണ് പല കമ്പനികളും. ഈ UAE കമ്പനി ആണെങ്കിൽ ഒരു കടലാസ് കമ്പനി മാത്രമായിരിക്കും. ഇവിടെ ഉദ്യോഗസ്ഥരുണ്ടാവണമെന്നില്ല, ഇവിടെ ഓഫീസ് പോലും ഉണ്ടാവണമെന്നില്ല. വർഷത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ ആരെങ്കിലും വന്ന് വിസ റിന്യൂ ചെയ്ത് പോകുന്ന ഒരു പരിപാടിയായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള പേപ്പർ കമ്പനികളിലൂടെ ലീഗൽ സ്ട്രക്ചറിങ്ങിലൂടെ ഇൻകം ടാക്സ് ഉള്ള രാജ്യങ്ങളിൽ നിന്നും അവരുടെ പ്രോഫിറ്റ് ഷിഫ്റ്റ് ചെയ്ത് ഇൻകം ടാക്സ് ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് ടാക്സ് വെട്ടിപ്പ് നടത്തുന്നതിനെ തടയിടുകയാണ് എക്കണോമിക് സബ്സ്റ്റൻസ് റെഗുലേഷൻസിന്റെ ലക്ഷ്യം. വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OECD, ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയുമായുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് UAE ഗവൺമെന്റ് ഈ റെഗുലേഷൻ നടപ്പിലാക്കുന്നത്. എങ്ങനെയാണ് എക്കണോമിക് സബ്സ്റ്റൻസ് റെഗുലേഷൻസ് UAE നടപ്പിലാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ നിയമം ഓരോ സാമ്പത്തിക വർഷവും നടപ്പിലാവുക. എക്കണോമിക് സബ്സ്റ്റൻസ് റെഗുലേഷൻസ് 9 ബിസിനസ് ആക്ടിവിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ സാമ്പത്തിക വർഷവും അതിൻ്റെ ആദ്യഘട്ടത്തിൽ എല്ലാ കമ്പനികളും 2019 ഈ 9 ബിസിനസ് ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും ഒന്നോ അതിലധികമോ വരുന്ന ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, അതിൽ വ്യാപൃതരായിട്ടുണ്ടോ എന്ന് സ്വയം പഠനം നടത്തുകയും നടത്തിയ പഠനത്തിൻ്റെ റിസൾട്ട് യെസ് അല്ലെങ്കിൽ നോ എന്നത് ജൂൺ 30 മുമ്പ് ഒരു നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങളുടെ അതോറിറ്റി, അഥവാ നിങ്ങൾ ഫ്രീ സോൺ കമ്പനി ആണെങ്കിൽ ഫ്രീ സോൺ അതോറിറ്റി, മെയിൻലാൻഡ് കമ്പനിയാണ് നിങ്ങൾ ദുബൈയിലെ മെയിൻലാൻഡ് കമ്പനി ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റിൽ അറിയിക്കേണ്ടതാണ്. അതാണ് ഈ നോട്ടിഫിക്കേഷന്റെ കാതലായ വശം. നമുക്ക് ഈ 9 ബിസിനസ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബാങ്കിങ് ആക്ടിവിറ്റി, ഇൻഷുറൻസ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് മാനേജ്മെന്റ് ആക്ടിവിറ്റി, ഷിപ്പിംഗ് ആക്ടിവിറ്റി, ലീസിംഗ് ആൻഡ് ഫൈനാൻസ് ആക്ടിവിറ്റി, holding company activity, headquarters activity, intellectual property activity, distribution and business center activity.
എക്കണോമിക് സബ്സ്റ്റൻസ് റെഗുലേഷൻസ് 2 ഘട്ടങ്ങളിലായിട്ടാണ് ഓരോ വർഷവും നടപ്പിലാക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ ഒന്നാം ഘട്ടം എല്ലാ കമ്പനികൾക്കും ബാധകമാണ്. UAE-യിലുള്ള മെയിൻലാൻഡ് കമ്പനി ആണെങ്കിലും ഫ്രീ സോൺ കമ്പനി ആണെങ്കിലും ഓഫ് ഷോർ കമ്പനി ആണെങ്കിലും ബാധകമാണ്. അവർ സ്വയം പഠിക്കുകയും അഥവാ ആ സാമ്പത്തിക വർഷത്തിൽ ഈ 9 ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ അവർ വ്യാപൃതരായിട്ടുണ്ടോ, ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒരു പഠനം നടത്തി ആ പഠനത്തിൻ്റെ റിസൾട്ട് നോട്ടിഫിക്കേഷനിലൂടെ സബ്മിറ്റ് ചെയ്യുന്നതാണ് ഒന്നാം ഘട്ടം. അപ്പോൾ ജൂൺ 30-ന് മുൻപ് നോട്ടിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ നോട്ടിഫിക്കേഷനിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ 9 റെലവൻറ്റ് ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, 2019 നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെലവൻറ്റ് ആക്ടിവിറ്റി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നറിയിക്കണം. ഇല്ലെങ്കിൽ ഇല്ല എന്നറിയിക്കണം. യെസ് ഓർ നോ രണ്ടും അറിയിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ UAE-യിൽ നേടിയെടുത്ത ഇൻകം, ഈ റെലവൻറ്റ് ആക്ടിവിറ്റിയിലൂടെ നിങ്ങൾ നേടിയെടുത്ത ഇൻകം UAE-ക്ക് പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്തിലെ ഇൻകം ടാക്സിന് ബാധകമാണോ എന്ന് കൂടി അറിയിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇയർ ഏതാണ് എന്നറിയിക്കണം. ഈ 3 കാര്യങ്ങളാണ് ജൂൺ 30-ന് മുമ്പ് നിങ്ങൾ UAE-യിലുള്ള എല്ലാ കമ്പനികളും നിർബന്ധമായും നോട്ടിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ ഒന്നാം ഘട്ടം കഴിഞ്ഞു. ജൂൺ 30-ഓടുകൂടി നോട്ടിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഒന്നാം ഘട്ടം കഴിഞ്ഞു. ഇനി രണ്ടാം ഘട്ടത്തിൽ നോട്ടിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്തപ്പോൾ റെലവൻറ്റ് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട് എന്ന് നോട്ടിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ വിശദമായ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്താണ് ആ റിപ്പോർട്ട് എന്നല്ലേ? അഥവാ നിങ്ങളുടെ കമ്പനി UAE-യിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്, ഒരു കടലാസ് കമ്പനി അല്ല എന്ന് തെളിയിക്കുന്ന ഒരു റിപ്പോർട്ടായിരിക്കണം അത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ആക്ടിവിറ്റിയാണോ ചെയ്യുന്നത് ആ ആക്ടിവിറ്റിയുടെ തോതനുസരിച്ച്, അതിൻ്റെ വലിപ്പമനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമായ ഉദ്യോഗസ്ഥർ, എംപ്ലോയീസ് ഉണ്ട് എന്ന് തെളിയിക്കണം. ആ എംപ്ലോയീസിന് ആവശ്യമായ സ്കില്ലും എക്സ്പീരിയൻസും ഉണ്ട് എന്ന് തെളിയിക്കണം. നിങ്ങളുടെ മാനേജർ UAE-യിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കണം. നിങ്ങളുടെ കമ്പനി നടത്തിപ്പിന് ആവശ്യമായ ചിലവുകൾ നിങ്ങൾ വഹിക്കുന്നുണ്ട് എന്ന് തെളിയിക്കണം. നിങ്ങളുടെ കമ്പനിക്ക് ആവശ്യമായ ഓഫീസ് സ്പേസ് അവൈലബിൾ ആണ് എന്ന് തെളിയിക്കണം. അതുപോലെ ഈ കമ്പനി പ്രവർത്തനക്ഷമമാകാൻ ആവശ്യമായ ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങുകൾ UAE-യിൽ തന്നെ നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കണം. അങ്ങനെ വിശദമായ ഒരു റിപ്പോർട്ടിലൂടെ നിങ്ങളുടെ കമ്പനി UAE-യിൽ പെർഫോം ചെയ്യുന്ന, ആക്ച്വലി വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു വിശദമായ റിപ്പോർട്ടിംഗ് ആണ് ഡിസംബർ 31-ന് മുൻപ് നിങ്ങൾ സമർപ്പിക്കേണ്ട രണ്ടാം ഘട്ട റിപ്പോർട്ടിംഗ്. അത് ഒന്നാം ഘട്ട റിപ്പോർട്ടിംഗ് ജൂൺ 30-ന് മുമ്പ് നിങ്ങൾ യെസ് എന്ന് സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് രണ്ടാം ഘട്ട റിപ്പോർട്ടിംഗ് ബാധകമാവുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഈ 9 ആക്ടിവിറ്റീസിനെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം പറഞ്ഞ ബാങ്കിങ്, ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് മാനേജ്മെന്റ്, ഷിപ്പിംഗ്, ഈ 4 ബിസിനസ് ആക്ടിവിറ്റി സത്യത്തിൽ ധാരാളം നിബന്ധനകൾക്ക് വിധേയമായി മാത്രം ഇവിടുത്തെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ലൈസൻസ് ആണ്. അതിന് അവർക്ക് ശക്തമായ ഒരു ടീം ഉണ്ടാവും, ഒരു ലീഗൽ ടീം തന്നെ ഉണ്ടാവും. അവർ ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻ എല്ലാം നേരത്തെ തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുമുണ്ടാവും. നമുക്ക് അത് മാറ്റി നിർത്താം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് SME സെക്ടറിൽ താങ്കളുടെ കമ്പനിക്ക് വന്നു ചേരാവുന്ന ബാക്കിയുള്ള ആക്ടിവിറ്റികൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയുടെ വിഷയം. നമുക്ക് ആദ്യമായി ഹോൾഡിംഗ് കമ്പനി എടുക്കാം. UAE-യിൽ സാധാരണ ഒരു പ്രവണതയാണ് ഒന്നിൽ കൂടുതൽ കമ്പനികളുള്ള ഗ്രൂപ്പ് കമ്പനികൾ അവരുടെ ഒരു കമ്പനി ഓഫ് ഷോറിലോ അതല്ലെങ്കിൽ ഫ്രീ സോണിലോ രജിസ്റ്റർ ചെയ്ത് മറ്റുള്ള കമ്പനികളുടെ ഷെയർ ഈ കമ്പനിയിലൂടെ ഹോൾഡ് ചെയ്യുന്ന ഒരു ലീഗൽ സ്ട്രക്ചറിങ് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നിങ്ങളുടെ ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒരു കമ്പനി മറ്റുള്ള കമ്പനികളുടെ ഷെയർ ഹോൾഡ് ചെയ്തുകൊണ്ട് ഹോൾഡിംഗ് കമ്പനിയായിട്ട് വർത്തിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ റെലവൻറ്റ് ആക്ടിവിറ്റിയിൽ പറഞ്ഞ ഹോൾഡിംഗ് കമ്പനി ആക്ടിവിറ്റിയിൽ പെടുന്നതാണ്. നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ ഹോൾഡിംഗ് കമ്പനി എന്നിടത്ത് നിങ്ങൾ യെസ് എന്ന് എഴുതി നോട്ടിഫൈ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. 2 കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലൈസൻസിൽ ഹോൾഡിംഗ് കമ്പനി എന്ന് എഴുതിയത് കൊണ്ട് നിങ്ങൾ ഹോൾഡിംഗ് കമ്പനി ആവുന്നില്ല. നിങ്ങൾ സത്യത്തിൽ ആക്ച്വലി മറ്റുള്ള കമ്പനികളുടെ ഷെയർ ഹോൾഡ് ചെയ്തിരിക്കണം. ഉദാഹരണത്തിന് LLC കമ്പനി ആണെങ്കിൽ അതിൻ്റെ 49% ഹോൾഡ് ചെയ്തിരിക്കണം. മറ്റ് ഫ്രീ സോൺ ആണെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡ് ചെയ്തിരിക്കണം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തത്, ഹോൾഡിംഗ് കമ്പനിക്ക് ഹോൾഡിംഗ് ആക്ടിവിറ്റി അല്ലാതെ മറ്റ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ
ഉദാഹരണത്തിന് ട്രേഡിംഗ് ഉണ്ടെങ്കിൽ ഈ റെലവൻ്റ് ആക്ടിവിറ്റിയിൽ അവർ വരുന്നതല്ല. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ മറ്റ് ആക്ടിവിറ്റി ഈ 9 ആക്ടിവിറ്റികളിൽ എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോൾഡിംഗ് കമ്പനി ആയിരിക്കുന്നതോടുകൂടി തന്നെ മറ്റ് ആക്ടിവിറ്റി കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിസ്റ്റിൽ വരുന്നതല്ല. പ്യുവർലി ഹോൾഡിംഗ് കമ്പനി മാത്രമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും റെലവൻ്റ് ആക്ടിവിറ്റിയിൽ വന്ന് വീഴുന്നതാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ബിസിനസ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള ബിസിനസ് ഗ്രൂപ്പുകൾക്ക് ഒരു രാജ്യം ഹെഡ് ക്വാർട്ടേഴ്സായി തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് UAE ആണെങ്കിൽ, അഥവാ മറ്റു രാജ്യങ്ങളിലുള്ള നിങ്ങളുടെ ഗ്രൂപ്പ് കമ്പനികളെ നിയന്ത്രിക്കുന്നതും ഒരു ഗ്രൂപ്പ് എന്ന നിലക്ക് നിങ്ങളുടെ സക്സസ് ഉറപ്പുവരുത്താൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് UAEയിലുള്ള ഈ കമ്പനിയാണെങ്കിൽ നിങ്ങൾ ഹെഡ് ക്വാർട്ടേഴ്സ് ബിസിനസ് എന്ന ആക്ടിവിറ്റിയിലാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ നോട്ടിഫിക്കേഷനിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ബിസിനസ് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് യെസ് എന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ലൈസൻസിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് എഴുതിയത് കൊണ്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ആക്ടിവിറ്റി ആകുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഹെഡ് ക്വാർട്ടേഴ്സ് ആക്ടിവിറ്റി ആക്ച്വലി ചെയ്യുന്ന ഒരു കമ്പനി ആവണം. എങ്കിൽ മാത്രമേ നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ യെസ് എഴുതേണ്ടതുള്ളൂ. അടുത്തത് ലീസ് ആൻഡ് ഫൈനാൻസ് ആക്ടിവിറ്റിയാണ്. ഇതൊരു ടിപ്പിക്കൽ ഫൈനാൻസ് കമ്പനിയുടെ ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. ലോൺ നൽകുക, ഫെസിലിറ്റികൾ നൽകുക, ക്രെഡിറ്റ് ഫെസിലിറ്റി നൽകുക, ഫൈനാൻസ് ലീസ് നൽകുക എന്നുള്ള കാര്യങ്ങളാണ് ലീസ് ആൻഡ് ഫൈനാൻസ് ആക്ടിവിറ്റിയിൽ വരുന്നത്. അതിൽ സാധാരണ SME സെക്ടറിൽ കവർ ചെയ്യുന്ന ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ഗ്രൂപ്പ് കമ്പനികളിലുള്ളവർക്ക് ഒരു ഗ്രൂപ്പ് കമ്പനി മറ്റ് ഗ്രൂപ്പ് കമ്പനിക്ക് നൽകുന്ന ലോണ് അതും ഇതിലേക്ക് കവർ ചെയ്യും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഹോൾഡിംഗ് കമ്പനി അവരുടെ സബ്സിഡറി കമ്പനികളിലേക്ക് ലോൺ കൊടുക്കുന്നു എന്ന് കരുതുക. ഇൻട്രസ്റ്റോ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി ലോൺ കൊടുക്കുകയാണെങ്കിൽ ആ കമ്പനി ലീസ് ആൻഡ് ഫൈനാൻസ് കമ്പനി ആക്ടിവിറ്റിയിലേക്ക് വരുന്നതാണ്. അതുപോലെ കണ്ടെയ്നർ ലീസിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ വണ്ടികൾ ലീസിന് കൊടുക്കുന്നു. ഇങ്ങനെ ലീസിന് കൊടുക്കുന്ന എല്ലാ കമ്പനികളും ഈ ആക്ടിവിറ്റിയിൽ യെസ് എന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ബിസിനസ്സിൽ വരുന്നത് പാറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് പോലെയുള്ള ബൗദ്ധിക സ്വത്തവകാശങ്ങൾ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യുകയും അത് വിൽപ്പനയിലൂടെയോ മറ്റ് കമേഴ്ഷ്യൽ കോൺട്രാക്റ്റിലൂടെ ഫ്രാഞ്ചൈസി ഫീ ആയോ ലൈസൻസ് ഫീ ആയോ റോയൽറ്റി ആയോ ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റെലവൻ്റ് ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് നിങ്ങളുടെ കമ്പനിയെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് നിങ്ങൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്ടിവിറ്റിയിൽ വരുന്നില്ല. മറിച്ച് അങ്ങനെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കണം. റോയൽറ്റി ഇനത്തിലോ ഫ്രാഞ്ചൈസി ഇനത്തിലോ ലൈസൻസ് ഫീസ് ഇനത്തിലോ നിങ്ങൾക്ക് ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്ടിവിറ്റിയിൽ നിങ്ങൾ കവർ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഇതേ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്ടിവിറ്റിയിൽ നിങ്ങൾ ഹൈ റിസ്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ബിസിനസ്സിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എക്കണോമിക് സബ്സ്റ്റൻസ് റെഗുലേഷൻസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു ആക്ടിവിറ്റിയാണ് ഹൈ റിസ്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്ടിവിറ്റി. താങ്കളുടെ കമ്പനി ഹൈ റിസ്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുന്നുണ്ട് എങ്കിൽ താങ്കളുടെ കമ്പനിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ UAE ഗവൺമെൻറ് ബന്ധപ്പെട്ട വിദേശ രാജ്യങ്ങൾക്ക് കൈമാറുന്നതാണ്. മാത്രവുമല്ല, വിശദമായ റിപ്പോർട്ടിങ്ങിൽ വീഴ്ച വരുത്തിയാൽ വലിയ പിഴയും സഹിക്കേണ്ടതായിട്ട് വരും. എന്താണ് ഹൈ റിസ്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് നമുക്ക് നോക്കാം. UAEയിലുള്ള ഒരു കമ്പനി ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി സ്വന്തമായി ഡെവലപ്പ് ചെയ്യാതെ മറ്റു ഗ്രൂപ്പ് കമ്പനിയിൽ നിന്ന് വാങ്ങുകയും പിന്നീട് ആ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വിൽപ്പനയിലൂടെയോ മറ്റ് കമേഴ്ഷ്യൽ കോൺട്രാക്റ്റിലൂടെ റോയൽറ്റി ഇനത്തിലോ ഫീസ് ഇനത്തിലോ ലൈസൻസ് ഇനത്തിലോ ഇൻകം ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഹൈ റിസ്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന ആക്ടിവിറ്റിയിൽ വരും. ഒരു ഉദാഹരണ സഹിതം പറയാം. വിദേശങ്ങളിൽ വളർന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന ബ്രാൻഡ്
ഇൻകം ടാക്സ് വെട്ടിക്കുറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആ ബ്രാൻഡ് യു എയിലുള്ള ഒരു കമ്പനി വാങ്ങുകയും തിരിച്ച് യു എയിലുള്ള കമ്പനി അവർക്ക് തന്നെ അത് ലീസ് ചെയ്യാൻ കൊടുക്കുകയോ ഫ്രാഞ്ചൈസി മോഡലിൽ വർക്ക് ചെയ്യാൻ കൊടുത്തുകൊണ്ട് ഇൻകം ഏൺ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ഹൈ റിസ്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ബിസിനസ്സിൽ അവർ ഇൻവോൾവ് ചെയ്തു എന്ന് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെയുള്ളവർ കൂടുതൽ റിപ്പോർട്ടിംഗ് ലയബിലിറ്റിയിലേക്ക് പ്രവേശിക്കും എന്ന കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നതാണ്. ഇനി നമുക്ക് 9ാമത്തെ ആക്ടിവിറ്റിയായ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ബിസിനസ് സർവീസ് സെന്റർ ആക്ടിവിറ്റി നോക്കാം. ഇതിൽ 2 ആക്ടിവിറ്റി ഉണ്ട്. ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ, മറ്റത് ബിസിനസ് സെന്റർ സർവീസസ്. നമുക്ക് ആദ്യം ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. യു എയിലുള്ള ഒരു കമ്പനി വിദേശത്തുള്ള ഒരു സഹോദര സ്ഥാപനത്തിൽ നിന്ന്, ഗ്രൂപ്പ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ആ പർച്ചേസ് ചെയ്തതിന് ശേഷം യു എയിലോ യു എക്ക് പുറത്തോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കമ്പനികൾ സത്യത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് എന്ന റെലവൻറ്റ് ആക്ടിവിറ്റിയിൽ ഉൾപ്പെട്ടതായി കണക്കൂട്ടും. ഈ വസ്തുത ഗൈഡൻസ് നോട്ടിൽ, എക്കണോമിക് സബ്സ്റ്റൻസിന്റെ ഗൈഡൻസ് നോട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റിയിൽ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു എയിലുള്ള കമ്പനി വാങ്ങുന്നത് അവരുടെ റിലേറ്റഡ് കമ്പനിയിൽ നിന്നാവേണ്ടതുണ്ട്. പുറത്തുള്ള കമ്പനിയാണെങ്കിൽ, പർച്ചേസ് പുറത്തുള്ള കമ്പനിയിൽ നിന്നാണെങ്കിൽ അവർക്ക് ഈ റെവന്യൂ ആക്ടിവിറ്റി ബാധകമല്ല. ഇനി നമുക്ക് സർവീസ് സെന്റർ ബിസിനസ് എന്താണെന്ന് നോക്കാം. യു എയിലുള്ള ഒരു കമ്പനി അവരുടെ വിദേശത്തുള്ള ഗ്രൂപ്പ് കമ്പനിക്ക് ഏതെങ്കിലും കൺസൾട്ടൻസി സർവീസോ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകളോ മറ്റു സേവനങ്ങളോ നൽകുന്നുണ്ട് എന്ന് കരുതുക. അഥവാ അവരുടെ വിദേശത്തുള്ള ഗ്രൂപ്പ് കമ്പനിയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യു എയിലുള്ള ഒരു കമ്പനി അഡ്മിനിസ്ട്രേറ്റീവ്, കൺസൾട്ടീവ് ഓർ അതർ സർവീസസ് ഏതെങ്കിലും സേവനങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അവർ സർവീസ് സെന്റർ ബിസിനസ് ആക്ടിവിറ്റിയിൽ കവർ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള കമ്പനികൾ നോട്ടിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ റെലവൻറ്റ് ആക്ടിവിറ്റിയിൽ സർവീസ് സെന്റർ ആക്ടിവിറ്റിയിൽ യെസ് എന്ന് ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ എക്കണോമിക് സബ്സ്റ്റൻസ് റെഗുലേഷൻസിൻ്റെ കാതലായ വശങ്ങൾ നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലാക്കി. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ജൂൺ 30-ന് മുൻപ് നോട്ടിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തി എന്ന് ഉറപ്പുവരുത്തണം. റെലവൻറ്റ് ആക്ടിവിറ്റി നിർണ്ണയിക്കുന്നതിൽ നിങ്ങൾക്ക് എക്സ്പെർട്ട് ഒപ്പീനിയൻ ആവശ്യമാണെങ്കിൽ അതെടുക്കാനും മടിക്കരുത്. യു എ ഇയിലെ ടാക്സ്, ലീഗൽ, കമ്പനി അഫയേഴ്സിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു UAE Tax Agent and please follow us